എന്ന ഒരു പ്രസ്ഥാനം കേരളത്തിലെ 14 ജില്ലകളിലും ഉള്ള ഒരു പ്രസ്ഥാനമാണ്. 14 ജില്ലകളിലും മെയിനായിട്ട് നമ്മുടെ ഒരു കള്ള ടാക്സിക്കെതിരെയുള്ളൊരു പ്രവർത്തനമാണെങ്കിൽ പോലും കാരുണ്യ പ്രവർത്തനത്തിൽ, അതായത് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഈ ടാക്സി സംഘടന. ടാക്സി മേഖലയിൽ ടാക്സി തൊഴിലാളികൾ മാത്രമുള്ള ഒരു സംഘടനയാണ് ഇത്. വേറെ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരും നമ്മുടെ കൂടെ ഇല്ല, ടാക്സിക്കാർ മാത്രമാണ്. അവരുടെ തൊഴിൽ ചെയ്ത് കിട്ടുന്ന വേതനത്തിൽ നിന്നും അവരെ ഈ 14 ജില്ലകളിലും, പ്രത്യേകിച്ച് കെറ്റിഡിയ കാരണം 18 ജില്ല തിരുവല്ല സോണ് മുൻകൈയെടുത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. അതിലെല്ലാ വർഷങ്ങളിലും കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തു വരുന്നതാണ് പരിമല പദയാത്രകൾക്ക് ഈ സ്നാക്സും വെള്ളവും ജ്യൂസും ലഘുഭക്ഷണവും എല്ലാം കൊടുക്കുക എന്ന് പറയുന്നത്. എന്നും ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണിത്. അനേകർ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും അനേകർ തീർച്ചയായിട്ടും പരിമല തിരുമേനി അനുഗ്രഹം ഉണ്ടാവുമെന്നും പറഞ്ഞ് പോകുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളുടെ വീടുകൾ സന്ദർശിക്കുക, അവർക്ക് വേണ്ട സഹായം ചെയ്യുക, കിറ്റുകൾ വിതരണം ചെയ്യുക, വെള്ളപ്പൊക്ക സമയത്ത് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക, ഇതെല്ലാമാണ് നമ്മൾ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളെ ഇന്ന് ഈ കാലഘട്ടത്തിൽ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസറാണ് കള്ള ടാക്സി ആൻഡ് റെൻ്റ് കാർ എന്ന് പറയുന്ന സംഭവം. അതിനെതിരെ ശക്തമായി ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ പല ടൈമിലും നല്ല ഉദ്യോഗസ്ഥരുമുണ്ട്, മോശം ഉദ്യോഗസ്ഥരുമുണ്ട്. നല്ല ഉദ്യോഗസ്ഥർ നമ്മളോട് നിന്ന് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും നമുക്ക് മിക്കവാറും സമയങ്ങളിൽ ചെയ്തു തരാറുണ്ട്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയുള്ള ഒരു സഹായം നമുക്ക് പലപ്പോഴും ലഭിച്ചു പോരുന്നില്ല. പലരും കള്ള ടാക്സി വിഭാഗത്തിൽ പിടിച്ചു കഴിയുമ്പോൾ പലരെയും പല നേതാക്കന്മാരെയും വിളിച്ചിട്ട് അവിടുന്ന് നമുക്കെതിരെ കേസെടുക്കുന്ന രീതിയിൽ വന്നിട്ട് ഊരിപ്പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുണ്ടാകാതെ ഇത്രയും ആരുടെയും മറ്റ് സഹായങ്ങളില്ലാതെ, എന്നാൽ പുറത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ട് താനും. നമ്മളെ സ്നേഹിക്കുന്നവർ അനേകർ, നമ്മളെ ഇതിന് തന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്ത അനേകരുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഈ സമയത്ത് അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രവർത്തനം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ അനേക സഹോദരങ്ങളുണ്ട് നമ്മുടെ ഈ സോണിൽ തന്നെ ഉള്ളവർ. അവരെല്ലാമാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് കുറേ ദിവസങ്ങളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരോടൊക്കെ ഈ ഒരു അവസരത്തിൽ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ദോഷേട്ടന് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിലൊരു വിശദീകരണം തന്ന നമ്മുടെ കരുണയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ബഹുമാനപ്പെട്ട കൊച്ചുമോൻ. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറയുന്ന പോലെ അസംഘടിതരായിട്ടുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ടാക്സി തൊഴിലാളി മേഖല കേരള സമൂഹത്തിൽ വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നൊരു നിമിഷമാണിത്. അപ്പോൾ അതിൻ്റെ ഭാഗമാക്കായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിമല തിരുമേനിയുടെ പിറന്നാൾ, അതിനോട് ആശംസിച്ച് ഇതുവഴി കടന്നു പോകുന്ന ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണങ്ങൾ നൽകുക എന്നത് മാത്രമല്ല ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒട്ടനവധി ആൾക്കാർ നഗ്നവാതരായിട്ട് ഇതുവഴി നടന്നു പോവുകയും അവർക്കുണ്ടാകുന്ന ക്ഷീണങ്ങളൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ അവർക്കൊരു സാന്ത്വനങ്ങൾ നൽകാനും അവർക്ക് സമാശ്വസിപ്പിച്ച് അവരൊപ്പം നിൽക്കാനും സംഘടന തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ തിരുവല്ല സോണിൻ്റെ ഒട്ടനവധി പ്രവർത്തകരുമുണ്ട്. ആ പ്രവർത്തകരെ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും സംസ്ഥാന കമ്മിറ്റി ബഹുമാനപ്പെട്ട കൊച്ചുമോൻ്റെ സാന്നിധ്യം ചെയ്യുന്നു. ഗോപേഷ് പത്തനംതിട്ട ഈ സംഘടനയുടെ ജില്ലയുടെ പ്രസിഡന്റാണ്. താങ്ക് യു. കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ, അതായത് നമ്മുടെ കേരളവും കടന്ന് മറ്റു സംസ്ഥാനങ്ങൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയൊരു സംഘടനയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്ന പരിമല പദയാത്രികർക്ക് സ്നാക്സും വെള്ളവും അതുപോലെ ജ്യൂസും കൊടുക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തനം, അത് വർഷങ്ങളായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു വരുന്നുണ്ട്. അത് തുടർന്നും നമുക്കതുപോലെ നല്ല രീതിയിൽ ചെയ്യാൻ പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ഞങ്ങൾ ടാക്സി മേഖലയിൽ ദുരിതം അനുഭവിക്കുന്ന നിരവധി സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ, അതുപോലെ ഞങ്ങൾ ജില്ലകൾ കടന്ന് മറ്റു ജില്ലകളിലെത്തി നിരവധി പേർക്ക്, അതായത് രോഗത്താൽ വലയുന്ന നിരവധി പേർക്കും, അതുപോലെ തന്നെ കോവിഡ് സമയത്താണെങ്കിലും നിരവധി ഹെൽപ്പുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പരിമല പള്ളി പദയാത്രയിൽ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ വലിയൊരു പുണ്യകർമ്മമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് പോകുന്നവർ ഞങ്ങളെ അനുഗ്രഹിച്ചു പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിൻ്റെ ഒരു ഉയർച്ച ഞങ്ങൾക്ക് നന്മയും ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിശ്വാസത്തോടെയാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് നടത്തി വരുന്നത്. നിങ്ങളുടെ ഈ ഒരു പ്രസ്ഥാനം കരുണ KTDO എന്ന് പറയുന്ന പ്രസ്ഥാനം ഞങ്ങളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ
ഈ പരിമല തീർത്ഥാടകർക്കുള്ള. അതുപോലെ തന്നെ നമുക്ക് ഞങ്ങൾ വേറെ ഒത്തിരി നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും പുറത്ത് നമ്മളുള്ള ആൾക്കാർക്കും ഞങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഈ വർഷം ഞങ്ങളിത് നല്ല രീതിയിൽ നടത്താൻ എല്ലാ ആൾക്കാർക്കും, അതുപോലെ ഞങ്ങൾ പോട്ടം പോകുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരോട് പറഞ്ഞു ഉള്ള സഹായങ്ങളെല്ലാം ഞങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇനിയും ഉള്ള വർഷങ്ങളിൽ ഞങ്ങൾ ഈ നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തിരിക്കും. ഇങ്ങനൊരു സംരംഭം തുടങ്ങാനായിട്ട് നിങ്ങൾക്കുണ്ടായ പ്രചോദനം എന്താണ്? എന്നുവെച്ചാൽ ഞങ്ങൾ ഇത് നമ്മുടെ ഒരു പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കരുണ KTDU എന്നുള്ള ഒരു വേറെ KTDU ഉണ്ട്, ഞങ്ങൾക്ക് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്. ഞങ്ങൾ കരുണ തുടങ്ങിയ നമുക്കൊരു ഇതിങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒത്തിരി പാവം പിടിച്ച് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, ഡ്രൈവർമാരുണ്ട്. അവർക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഉടൻ തന്നെ ഞങ്ങളുടെ സംഘടനയിൽ തന്നെ ഒരു 10 പേര് എല്ലാവരും ഒരു സഹകരിച്ച് ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കും. അതുപോലെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളിങ്ങനെ ഒരു പ്രസ്ഥാനം മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത്. ഈ പരിമലപ്പള്ളി പദയാത്രയിൽ വരുന്നവർക്ക് എത്ര നാളായിട്ട് നിങ്ങൾ എത്ര നമ്മളിപ്പം 4 വർഷമായി സംഘടന രൂപീകരിച്ചിട്ട് എത്ര? സംഘടന രൂപീകരിച്ചിപ്പോൾ എത്ര 7 വർഷം. 4 വർഷമായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നു. അത് ഞങ്ങൾ ഈ സ്ഥലത്ത് വെച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ നമ്മളെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നമ്മൾ തിരുവല്ല സുഗൽവ ക്ഷേത്രത്തിൽ നമ്മുടെ ഒത്തിരി ആൾക്കാർ ഫുഡ് ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾ അവിടെയും കൊടുക്കാറുണ്ട്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലും അങ്ങനെ ഓണം മറ്റു കാര്യത്തൊക്കെ ഞങ്ങൾ അവിടെയും നല്ല ആഹാരം കൊടുക്കാറുണ്ട്. നമസ്കാരം. കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നൊരു സംഘടന കേരളത്തിൽ രൂപാന്തരം കൊണ്ടത് ഏകദേശം 11 വർഷം മുമ്പാണ്. കേരള സമൂഹത്തിൽ തൊഴിൽ മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രയാസമേറിയ അല്ലെങ്കിൽ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ടാക്സി തൊഴിലാളികൾ. നിലവിലുള്ള സർക്കാരിൽ നിന്നോ അതിൽ മുമ്പുള്ള സർക്കാരിൽ നിന്നോ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ലാതെ അവർ ഏത് തരത്തിലും ചൂഷണം ചെയ്യുന്ന ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ടാക്സി മേഖല. ആ സമയത്താണ് തൊഴിലാളികൾ, അതായത് അസംഘടിതരായിരുന്ന തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് കേരള സമൂഹത്തിൽ കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. അതിനുശേഷമാണ് തൊഴിലാളികളുടെ പ്രയാസങ്ങളും അതുപോലെ തൊഴിലാളികളെ മാത്രമായി കാണാതെ കേരള സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങളും കൊണ്ടെത്തിക്കുന്നത്. ഇതിൻ്റെ ഫണ്ട് വരെ ഞങ്ങൾ കണ്ടെത്തുന്നത് ഈ തൊഴിൽ എടുക്കുന്ന തൊഴിലാളികളുടേത് ചെറിയൊരു വേതനം അവരത് മാറ്റിവെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫണ്ട് തന്നെയാണ്. അതിനുശേഷവും ഞങ്ങളെ സഹായിക്കാൻ ഒട്ടനവധി സന്മനസ്സുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ള പ്രവാസികളും അതുപോലെ കേരളത്തിലെ ഉന്നതരായിട്ടുള്ള ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി സന്മനസ്സുകളും അവരുടെയൊക്കെ കാരുണ്യത്താൽ ഈ ഒരു സംഘടന ഇപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തൊഴിലാളി വർഗ്ഗങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന കള്ള ടാക്സിയാണ്, റെന്റേക്കാർ. അപ്പോൾ ഇതിനെ സർക്കാർ തലത്തിൽ നിന്ന് യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിനുശേഷമാണ് ഞങ്ങൾ മറ്റ് ജില്ലകളിലെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കള്ള ടാക്സികൾക്കെതിരായിട്ടുള്ള ഒരു മുദ്രാവാക്യം പൊടുവിച്ചുകൊണ്ട് ഇവർക്ക് ബദലായിട്ട് ഞങ്ങൾ സംഘടന മുന്നോട്ടിറങ്ങിയത്. ഏകദേശം കുറച്ച് ഓഫീസർമാർ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏകദേശം 20% കള്ള ടാക്സികളെ ഞങ്ങൾക്ക് തടയാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത്. നിരത്തിൽ ഇല്ലീഗലായിട്ട് ഓടുന്ന ഈ ടാക്സികൾക്കെതിരെ സർക്കാർ തലത്തിൽ നിന്നും നല്ലൊരു ഇടപെടൽ ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ഞങ്ങളുടെ സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങളും അത് നമ്മുടെ ജില്ലകളിൽ മാത്രമല്ല 14 ജില്ലകളിലും ഞങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ ഒരു ഉപകാരസ്മരണയായിട്ട് പരമല തിരുമേനിയുടെ തിരുനാൾ പ്രകാരം കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഞങ്ങളിവിടെ ഇതുവഴി പദയാത്രകൾ കൂടി നടന്നു പോകുന്ന ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണ വിതരണം ലഘുഭക്ഷണ വിതരണം ഞങ്ങൾ ഏകദേശം 9 വർഷക്കാലമായിട്ട് തുടരുന്നു. ഈ വർഷവും ഞങ്ങളത് ഭംഗിയായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തിരുവല്ല ഏരിയ കമ്മിറ്റിയിലുള്ള 450 ടാക്സി തൊഴിലാളികളുമുണ്ട്. പത്തനംതിട്ട ജില്ലയിലുള്ള പ്രവർത്തകരുമുണ്ട്. പത്തനംതിട്ട ജില്ലയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ഒരു സംരംഭം വിജയിപ്പിക്കാൻ ഞാനും എൻ്റെ ജില്ലാ കമ്മിറ്റിയും അതുപോലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തകരും ഈ തിരുവല്ല മഞ്ഞാടിയിൽ സന്നിധരാണ്. ഇന്നും നാളെയുമായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും നടന്നു വരുന്നത് പോലെ ഈ 2 ദിവസവും ഞങ്ങളിവിടെ ഉണ്ടാകും.
ഇതുവഴി കടന്നു പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സിംഗ് ഫിലിപ്പ്. ഞാൻ തിരുല്ല സോണിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മൾ പരുവല്ലപ്പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് ആണ്ടുതോറും നടത്തിയുള്ള പദയാത്രികർക്ക് സ്നാക്സും ജ്യൂസും കൊടുക്കുന്ന ഒരു കർമ്മം ഈ വർഷം തുടരുകയാണ്. നമ്മൾ പദയാത്രികർക്ക് ഒരു നേർച്ച എന്നുള്ള രീതിയിൽ പത്തനംതിട്ട ജില്ലയുടെയും എല്ലാ സോണിൻ്റെയും ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ ഒരു കർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കർമ്മത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ സഹോദരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ കടന്നുണ്ട്. അന്ന് സഹകരിച്ച എല്ലാ പ്രവർത്തകരോടുള്ള നന്ദി കടപ്പാടും തിരുവല്ല സോണിൻ്റെ പേരിലും കെട്ടിടിയ കരുണയുടെ പേരിലും. നമസ്കാരം. തിരുവല്ല സോൺ എല്ലാ വർഷവും നടത്തി വരാറുള്ള പരുമല പദയാത്ര സംബന്ധിച്ചുള്ള പ്രോഗ്രാമിൽ ഞാൻ എല്ലാ വർഷവും വരുന്നതാണ്. ഞാൻ ബാംഗ്ലൂരാണ് സേവനം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ പരിപാടിയിൽ ഈ പ്രോഗ്രാമിൽ എല്ലാ വർഷവും ഞാൻ കടന്നു വരാറുണ്ട്. ഇതിന് പങ്കെടുത്തിട്ടേ പോകുന്നുള്ളൂ. പക്ഷേ നമ്മുടെ തിരുവല്ല സോണിൻ്റെ എല്ലാ പ്രവർത്തകരും ഇതിന് വന്നതിനൊരു അനുഗ്രഹമായുള്ള പ്രോഗ്രാമാണ്. എല്ലാവരും ഞങ്ങൾ KTDO എന്നൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷത്തോളമായി. ഞങ്ങൾ അന്നുപോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ വർഷവും നമുക്ക് പരുമല പദയാത്രക്കാർക്ക് ഞങ്ങൾ ഈ മഞ്ഞാടി ജംഗ്ഷനിൽ വെച്ച് തന്നെ സ്നാക്സും വെള്ളവും എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കേരള ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ഒരു പ്രവർത്തനമാണിതെല്ലാം.